ക്ലോസ് റേഞ്ചിൽ വെടിയുതിർത്താൽ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകുന്ന ഏറെ അപകടം പിടിച്ച തോക്ക്, അതാണ് എയർഗൺ. ഒരു കാലത്ത് ആയുധ നിയമം കടുപ്പിച്ച തോക്കുകൾക്ക് ലൈസൻസ് നൽകുന്നതിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണ് എയർഗണ്ണിന് പ്രിയമേറിയത്. സ്പോർട്സ് ആവശ്യങ്ങൾക്കായിരുന്നു എയർഗൺ നേരത്തെ വിറ്റുപോയിരുന്നതെങ്കിൽ ഇപ്പോൾ സ്വയരക്ഷയ്ക്കായി എയർഗണ്ണുകൾ വാങ്ങുന്നവരാണ് അധികവും. ഒപ്പം വീട്ടിലേക്ക് അലങ്കാര വസ്തുവായി എയർഗൺ വാങ്ങുന്നവരുടെ എണ്ണവുമേറി. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം, ലൈസൻസ് ആവശ്യമില്ലാത്തതും ആർക്കും വാങ്ങാനാവുന്നതുമായതിനാൽ എയർഗൺ ഉപയോഗിച്ചുള്ള അതിക്രമങ്ങൾ കൂടുന്നുണ്ട്. ദൂരെ നിന്ന് വെടിവെച്ചാൽ കാര്യമായ അപകടങ്ങൾ ഉണ്ടാകില്ലെങ്കിലും തൊട്ടടുത്ത് നിന്നായാൽ പിന്നെ കാര്യം പറയണ്ട. അങ്ങനെ 2023 മാത്രം സംസ്ഥാനത്തിനകത്തും പുറത്തുമായി 10 അതിക്രമങ്ങളാണ് ഉണ്ടായത്. ഓൺലൈൻ വിൽപ്പന സൈറ്റുകളിൽ ഉൾപ്പെടെ ഒരു തിരിച്ചറിയൽ രേഖ മാത്രം മതി എയർഗൺ വാങ്ങാൻ. വില കുറഞ്ഞ മോഡലും വില കൂടിയ മോഡലും വിപണിയിൽ ലഭ്യമാണ്. വാങ്ങുന്നയാൾക്ക് ലൈസൻസ് വേണ്ടാത്തതിനാൽ ആരുടെയൊക്കെ കൈവശം എയർഗൺ ഉണ്ടെന്നതിന് അധികൃതർക്ക് വ്യക്തമായ വിവരമൊന്നുമില്ല. ഫയർ ആംസ് എന്ന ഗണത്തിൽ വരുന്ന ലൈസൻസ് ഇല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലാത്ത തോക്കുകളും എയർഗൺ എന്ന പേരിൽ വിൽക്കപ്പെടുന്നുണ്ടെന്നും സംശയമുണ്ട്. വെടിയുണ്ടകൾക്ക് പകരം പെല്ലറ്റുകളാണ് എയർഗണ്ണിൽ ഉപയോഗിക്കുന്നത്. കൂർത്ത അഗ്രമുള്ളതും ഇരുണ്ട അഗ്രമുള്ളതും പരന്നതുമാണ് സാധാരണ പെല്ലറ്റുകൾ. മാത്രമല്ല, വായു സമ്മർദ്ദം കൊണ്ടാണ് ഇത്തരം തോക്കുകൾ പ്രവർത്തിക്കുന്നത്. പക്ഷികളെ തുരത്താനും മറ്റും ഉപയോഗിക്കുന്ന ഇത്തരം തോക്കുകൾ മനുഷ്യർക്ക് നേരെ ഉപയോഗിക്കുന്ന സംഭവങ്ങളും കൂടി വരുന്നുണ്ട്. തലയിലോ അല്ലെങ്കിൽ നെഞ്ചത്തോ പെല്ലറ്റ് തറച്ച് ആഴത്തിൽ മുറിവുണ്ടായാലാണ് പലപ്പോഴും അപകടമുണ്ടാവുക. എയർഗണ്ണിന് ആവശ്യക്കാരേറെയായത് യഥാർത്ഥ തോക്കുകളുടെ ലൈസൻസ് കാര്യത്തിൽ കടിഞ്ഞാൺ വീണതോടെയാണ്. കർശന നിയമങ്ങൾ നിലവിലുള്ളപ്പോൾ തന്നെയാണ് സംസ്ഥാനത്ത് പലപ്പോഴായി തോക്കുപയോഗിച്ചുള്ള അക്രമങ്ങൾ നടന്നിട്ടുള്ളത്. എയർഗണ്ണിന് ലൈസൻസ് വേണ്ടെന്ന് വെച്ച തോക്കിനതല്ല അവസ്ഥ. സംസ്ഥാനത്ത് തോക്ക് ലൈസൻസ് അനുവദിക്കുന്നത് 3 വിഭാഗക്കാർക്ക് മാത്രമാണ്. 1, സുരക്ഷാ ഭീഷണി നേരിടുന്നവർ. 2, വിമുക്ത ഭടന്മാർക്ക് സെക്യൂരിറ്റി ജോലി ആവശ്യത്തിന് തോക്ക് അനുവദിക്കും. 3, തോട്ടങ്ങളുള്ളവർക്ക് വന്യമൃഗ ഭീഷണിയിൽ നിന്ന് രക്ഷ നേടാൻ ഉപയോഗിക്കും. ഇനി ലൈസൻസ് ലഭിക്കണമെങ്കിൽ കർശന നിബന്ധനകൾക്ക് വിധേയമായിട്ടേ അത് ലഭിക്കൂ. ഇനി വ്യക്തികൾക്ക് തോക്ക് ലൈസൻസ് ലഭിക്കണമെങ്കിൽ സുരക്ഷാ ഭീഷണി തെളിയിച്ചിരിക്കണം. ഒപ്പം ജില്ലാ കളക്ടർ അന്വേഷണം നടത്തി അനുമതി നൽകിയാൽ മാത്രമേ തോക്കിന് ലൈസൻസ് ലഭിക്കൂ. മാത്രമല്ല, റിവോൾവർ, പിസ്റ്റൾ, ഡബിൾ ബാരൽ തോക്കുകൾക്ക് മാത്രമേ ലൈസൻസ് ലഭിക്കുകയെന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. തീർന്നിട്ടില്ല. ലൈസൻസ് കിട്ടാനായി വ്യക്തികൾക്ക് മാനസികാരോഗ്യം തെളിയിക്കേണ്ടതും മാനദണ്ഡമാണ്. കൂടാതെ തോക്കുപയോഗിക്കാമെന്ന് പോലീസ് റിപ്പോർട്ടും ഇതിനൊപ്പം തന്നെ വേണം.